നമസ്കാരം. വയനാടൻ ഗ്ലോബ് ട്രോട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിൻ്റെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സെൻറ്റോസ ഐലൻഡിലാണ്. അവിടെ നിന്ന് നമ്മൾ മെട്രോ പിടിച്ചിട്ട് നേരെ പോകുന്നത് ഫോർട്ട് സിലോസോ എന്ന് പറയുന്ന ഫോർട്ടിലേക്കാണ്. ഒരുപാട് ചരിത്രങ്ങൾ കഥ പറയാനുള്ള ഒരു ഫോർട്ടാണ് ഈ ഫോർട്ട് സിലോസോ. സെൻറ്റോസ ഐലൻഡിലിറങ്ങി നമുക്ക് ബസ് സർവീസുകളൊക്കെ ഫ്രീ ആണ്. അതേപോലെ തന്നെ ട്രാമുകളുണ്ട്. ഇതൊക്കെ ബീച്ചുകളിലേക്കൊക്കെ പോകുന്ന ബസ് സർവീസുകളാണ്. പൽവാൻ ബീച്ച്, അതേപോലെ സിലോസോ ബീച്ച് തുടങ്ങിയ ബീച്ചുകളിലേക്ക്. ഫൈനലി നമ്മൾ ഫോർട്ട് സിലോസോയിലെത്തി. ഫോർട്ട് സിലോസിൻ്റെ ഒരു കവാടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. ഹലോ ഗൈസ്, വയനാടൻ ഗ്ലോബ് ട്രോട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സിംഗപ്പൂരിലെ സെൻറ്റോസ ഐലൻഡിലുള്ള ഫോർട്ട് സിലോസോൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇന്ന് സിലോസോൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ലിഫ്റ്റ് കയറി പോകുന്നത് സെൻറ്റോസ ഐലൻഡിലുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൈ വാക്കിലേക്കാണ്. ഫോർട്ട് സിലോസോ സ്കൈ വാക്ക്. സെൻറ്റോസ ഐലൻഡിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് ഈ സ്കൈ വാക്കിൽ നിന്നും കിട്ടും. പിന്നെ അതേപോലെ തന്നെ സിലോസോ ബീച്ചും പൽവാൻ ബീച്ചും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. സെൻറ്റോസ ഐലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ സെൻറ്റോസ ഐലൻഡിൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മളെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ, അതേപോലെ കേബിൾ കാറ്, ബങ്കി ജമ്പിങ്, അങ്ങനെ കുറേ സാഹസികമായിട്ടും അതേപോലെ ട്രെക്കിങ്ങും ഹൈക്കിങ്ങും എല്ലാം ഉൾപ്പെടെ ഉള്ള ഒരു വലിയൊരു സംഭവം തന്നെ നമുക്ക് ഈ സെൻറ്റോസ ഐലൻഡിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ സിംഗപ്പൂരിലേക്ക് വരികയാണെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് 1-2 ദിവസം തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ നമുക്ക് ഈ സെൻറ്റോസ ഐലൻഡിൽ മാത്രമുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള ബീച്ചാണ് സെൻറ്റോസ ഐലൻഡിലുള്ളത്. നമുക്ക് കാഴ്ചകളിൽ കാണാൻ പറ്റും. കപ്പലുകളും കാര്യങ്ങളും പിന്നെ അതേപോലെ പാലങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഐലൻഡിൽ കാണാം. ഈ ട്രീ ടോപ്പ് വാക്കിലൂടെ നമ്മൾ പോകുന്നത് ചരിത്രങ്ങൾ കഥ പറയുന്ന ഫോർട്ട് സിലോസോയിലേക്കാണ്. അതിമനോഹരമായിട്ടുള്ളൊരു ട്രീ ടോപ്പ് വാക്കും സ്കൈ വാക്കും കൂടിയാണ് ഈ വാക്ക്. ഫൈനലി നമ്മൾ ഫോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫോർട്ടിൻ്റെ കവാടത്തിൽ തന്നെ പീരങ്കികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫോർട്ട് സിലോസോനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെ കാണാൻ പറ്റും. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഈ ഫോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സിംഗപ്പൂരിനെ പ്രതിരോധിക്കുന്നതിൽ ഫോർട്ടിന് വലിയൊരു പങ്കുണ്ട്. ഇന്ന് സിംഗപ്പൂരിൻ്റെ സൈനിക ചരിത്രം പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സംഭവങ്ങളുണ്ട്. ഹെറിറ്റേജ് ട്രെയില്, പിന്നെ തുരങ്കങ്ങൾ, പീരങ്കികൾ, ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രദർശനങ്ങൾ തുടങ്ങിയവയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു തുരങ്കത്തിലേക്കാണ്. തുരങ്കത്തിലെ രണ്ടാം ലോക മഹായുദ്ധത്തിനെ പോലെ തന്നെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സൗണ്ട് എഫക്റ്റും ലൈറ്റ് എഫക്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ടൈമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിൽ എങ്ങനെയാണോ അതേ ഫീല് തന്നെ നമുക്ക് ആ തുരങ്കത്തിൻ്റെ ഉള്ളിലൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ പോകുന്നത് വേൾഡ് വാർ എക്സ്പീരിയൻസിലേക്കാണ്. അപ്പോൾ ഇവിടെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വേൾഡ് വാർ 2 പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫോർട്ട് സിലോസോൻ്റെ ഒരു മോഡലും വേൾഡ് വാർ 2 വീഡിയോ ഷോ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ചരിത്രം പഠിക്കുന്നവർക്ക് ഫോർട്ട് സിലോസോ ശരിക്കും ഒരു പറുദീസ തന്നെയാണ്. ഇന്ന് ധാരാളം തിരക്കുള്ള ഒരു ദിവസമാണ്. കുറേ സഞ്ചാരികൾ വന്നിട്ടുണ്ട് ഫോർട്ട് സിലോസോ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് വലിയ പീരങ്കീൻ്റെ അടുത്താണ്. അപ്പോൾ 3 പീരങ്കികളാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 9.2 ഇഞ്ച് വലുപ്പമുള്ള പീരങ്കികളാണ്. ഫോർട്ട് സിലോസോ സിംഗപ്പൂരിൻ്റെ ഒരു ഭൂതകാലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. തോക്കുകളുടെ സ്ഥാനങ്ങൾ, ബാരക്കുകൾ, തീരദേശ കോട്ടകൾ തുടങ്ങിയവയുടെ ഒരു നേർക്കാഴ്ച തന്നെ നമുക്ക് ഈ ഫോർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. സിംഗപ്പൂർ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഫോർട്ട് സിലോസോ ക്രമേണ സൈനിക പ്രാധാന്യം നഷ്ടപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കോട്ടയെ ഒരു ചരിത്ര സ്ഥലമാക്കി സംരക്ഷിക്കാൻ നോക്കി. ഒടുവിൽ അതിനെ ഫോർട്ട് സിലോസോ മ്യൂസിയം ആക്കി മാറ്റി. ഇപ്പോൾ ഇത് ഫോർട്ട് സിലോസോ മ്യൂസിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഒരു പ്രദർശനമാണ്. ഇപ്പോൾ കപ്പയും കാര്യങ്ങളും പിന്നെ റാന്തൽ വിളക്കുകളും അന്ന് ഉള്ള ആളിൻ്റെ ഒരു രൂപമൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ പോയത് ഒരു വേറൊരു ടണലിലേക്കാണ്.
അപ്പോൾ ഈ ടണലിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ജയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആ കാലത്ത് നടന്നിട്ടുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ അനുഭവിക്കാൻ പറ്റും. തോക്കുകളും വെടിയൊച്ചകളും അങ്ങനത്തെ സൗണ്ടുകളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ചില സ്ഥലത്ത് ഇതേപോലെ പട്ടാളക്കാര വേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്തെ പോലെ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇനി നമ്മൾ നേരെ പോകുന്നത് കടലിൻ്റെ ഒരു വ്യൂ കാണുന്ന സ്ഥലത്തേക്കാണ്. പിന്നീട് ഫോർട്ട് സിലോസോ ബ്രിട്ടീഷ് സേനയുടെ ഒരു കത്തോലിക്ക റിട്രീറ്റ് സെൻ്ററായി മാറി. 1967 വരെ ബ്രിട്ടീഷ് സേനയുടെ പിൻവാങ്ങലോടെ സെൻറ്റോസ സിംഗപ്പൂർ സർക്കാരിന് കൈമാറി. സിലോസോ ഫോർട്ട് പിന്നീട് സിംഗപ്പൂരിൻ്റെ സായുധ സേനയുടെ കീഴിലായി. ആ സമയത്ത് ഇന്തോനേഷ്യയിലുള്ള ആൾക്കാരെ സെൻറ്റോസ ഐലൻഡും അതേപോലെ കെപ്പൽ ഹാർബറൊക്കെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ 10ാം റൈഫിൾ ഗൂർഖേനെ നിയമിച്ചു എന്നൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത്. ഫോർട്ട് സിലോസയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ സിംഗപ്പൂരിൻ്റെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.